അങ്ങനെ ഫെറിയിൽ കയറി വന്ന നമ്മൾ ഇറങ്ങിയത് ഹാവലോക്ക് ഐലൻഡിലാണ്. ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സിംഫണി പാം ബീച്ച് റിസോർട്ട്. ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ പാക്കേജിൽ ഇൻക്ലൂഡഡ് ആണ്. അങ്ങനെ നമ്മളിവിടെ എത്തി, ഒരു ഈവനിങ് ആണ് എത്തിയത്. അപ്പോൾ നമുക്ക് ഫുഡ് ഉണ്ടായിരുന്നു കോംപ്ലിമെൻ്ററി ആയിട്ട്. അത് കഴിച്ച് നെക്സ്റ്റ് ഡേ മോർണിംഗ് നമ്മൾ കയാക്കിങ്ങിനും പോവാണ്. രാവിലെ ഏകദേശം 4 മണിക്ക് നമ്മളോട് റെഡി ആയിട്ടിരിക്കാൻ പറഞ്ഞു. അത് നൊണ്ടി നടക്കുന്നത് ഞാനാണ്. കണ്ട ഈ വയ്യാത്ത കാലമുണ്ട്, കയാക്കിങ്ങിനൊക്കെ പോകാൻ ഞാൻ നല്ല റെഡിയാണ്. പണ്ട് കോളേജിൽ നിന്ന് കർണാടകയിൽ പോയപ്പോൾ ഞങ്ങൾ കയാക്കിങ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെയാണ് എനിക്ക് ഓർമ്മ വന്നത്. അങ്ങനെ ലൈഫ് ജാക്കറ്റൊക്കെ അണിഞ്ഞ് ഞങ്ങൾ ഈ ഒരു കുഞ്ഞു സാധനത്തിൽ കയറി. കയാക്കിങ് ചെയ്യുന്ന സാധനത്തിന് എന്താ പേരെന്ന് എനിക്കറിയില്ല. നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ബയോലൂമിനിസെൻസ് കാണുന്നത്. ഈ തട്ടിക്കൊണ്ടിരിക്കുന്നത് അത് ഞങ്ങൾ കാണുന്നുണ്ട്, പക്ഷെ അത് വീഡിയോയിൽ ക്ലിയർ ആയിട്ട് കാണില്ല. ഭയങ്കര ലൈറ്റായിട്ടാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. എനിക്ക് നല്ലോണം അത് നീല കളറിൽ കാണാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അതിനൊരു സമയമുണ്ട്, അത്ര ഭാഗ്യമുണ്ടെങ്കിലേ കാണാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞു. നമ്മുടെ നെക്സ്റ്റ് ഉദ്ദേശം എന്ന് പറയുന്നത് സൺറൈസ് കാണാനാണ്. അപ്പോൾ അതിന് മുന്നേ നമ്മൾ ഒരു മാംഗ്രോവിൻ്റെ ഉള്ളിലോട് ഇങ്ങനെ കയാക്ക് ചെയ്ത് പോകണം. അപ്പോൾ മെല്ലെ മെല്ലെ വെളിച്ചമൊക്കെ ആവാൻ തുടങ്ങി. കുറേ നേരം കഴിഞ്ഞ് നോക്കിയപ്പോൾ നമ്മൾ ഏകദേശം ഒരു നടുവ് ഭാഗത്തൊക്കെ എത്തിയിട്ടോ. ആ ഒരു പുഴയുടെ നമ്മളിനി മാംഗ്രോവ്സിൻ്റെ അകത്തോട്ട് പോവാണ്. ഈ റെഡ് ലൈറ്റിട്ടുള്ളതാണ് ഗൈഡ്. ആളുടെ പിന്നാലെ നമ്മൾ തുഴഞ്ഞു പോവാം. ആദ്യമൊക്കെ നല്ല ആവേശമായിരുന്നെങ്കിലും ഒരു അരമണിക്കൂറൊക്കെ തുഴഞ്ഞപ്പോഴേക്കും തന്നെ കയ്യിൻ്റെ പരിപ്പിളകി കേട്ടോ. പിന്നെ ഞാൻ മടിച്ച് ചെയ്തുകൊണ്ട് അധികമൊന്നും തുഴയുണ്ടായിരുന്നില്ല. പണി മൊത്തം എൻ്റെ പിന്നാലെ ഇരുന്ന ആൾക്കായിരുന്നു. പിന്നെ അവരെന്നെ നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു തരും. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എല്ലാവരും തമ്മിൽ കൂട്ടിയിടിയൊക്കെ ആയി, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇടിച്ച് പിന്നെ അതൊക്കെ തള്ളി നീക്കലൊക്കെ ആയിരുന്നു. പുറത്ത് പോയപ്പോഴായിരുന്നു കേട്ടോ നല്ല സൂപ്പർ സീനറി. നല്ല വെളിച്ചമൊക്കെ വന്ന് എല്ലാം നല്ല ക്ലിയറായി കാണുന്നുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ സൺറൈസായി. ഇത് സൺസെറ്റ് അല്ല, കാണുമ്പോൾ സൺസെറ്റ് പോലെ ഉണ്ടാവും, സൺറൈസായി. പിന്നെ വെള്ളം നല്ല ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലേ, ആ വെള്ളമൊക്കെ നമുക്ക് കണ്ടു. ഉൾഭാഗത്ത് ഞാൻ വിചാരിച്ചത് നല്ല ആഴം ഉണ്ടാവുന്നത്, പക്ഷെ സംഭവം ഒരു ചതുപ്പ് നിലമാണ് മാംഗ്രോവ്സിൻ്റെ അടുത്തായതുകൊണ്ട്. പിന്നെ അവർ നമുക്ക് നല്ല വീഡിയോസൊക്കെ എടുത്ത് തന്നു കേട്ടോ. ഇതൊരു ലോങ് വീഡിയോ ആയിട്ട് ഇടാമെന്നായിരുന്നു ആഗ്രഹം. പിന്നെ ഞാൻ വിചാരിച്ചു എന്തിനാ വെറുതെ അത്രയ്ക്ക് നീട്ടി വലിക്കുന്നത്, ഷോർട്സ് ആക്കി ഇടാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതിൻ്റെ തലേ ദിവസം നമ്മൾ രാധാനഗർ പറഞ്ഞൊരു ബീച്ചിൽ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അതിൻ്റെ വീഡിയോ എടുക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു. ഒരു 5 മണിക്കൊക്കെ നമ്മൾ തുഴയാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 7-7:30 ആയി കാണും. അങ്ങനെ ക്ഷീണിച്ചിട്ടാണെങ്കിലും നല്ല പുഞ്ചിരിയൊക്കെ തരുന്നുണ്ട്. സത്യം പറഞ്ഞാൽ തുഴഞ്ഞിട്ട് നല്ലോണം ക്ഷീണിച്ചു, പക്ഷെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ ഒരു സംഭവം കഴിഞ്ഞപ്പോഴേക്കും തന്നെ വയ്യാതെ, പിന്നെ എന്നെ വീൽ ചെയറിലൊക്കെയാണ് ഈ റിസോർട്ടിൽ നിന്ന് കൊണ്ടുപോയത് കേട്ടോ. നൊണ്ടി നടക്കണ കണ്ട് അവരവസാനം വീൽ ചെയറൊക്കെ തന്നത് കേട്ടോ. അങ്ങനെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ടാറ്റാ.